ലണ്ടനിൽ പരിതാപകരമാംവിധം അസന്തുഷ്ടനായിരുന്നു ഗാന്ധി. ലജ്ജാശാലനായിരുന്നതുകൊണ്ട് അപരിചിതനായ ഒരാളോട് ഒരു വാക്കുപോലും പറയുക എന്നത് വേദനാജനകമായ യാതനയായിരുന്നു അദ്ദേഹത്തിന്. ഒരു മുഴുവൻ വാചകവും പറയുന്നതാവട്ടെ കടുത്ത ദുരിതവും. 19-ാം വയസ്സിൽ നിയമവിദ്യാലയങ്ങളുടെ പരിഷ്കൃത ലോകത്തിൽ കണ്ടാൽ പരിതാപം തോന്നിക്കുന്ന ശരീരഘടനയുള്ള ഒരു കൊച്ചു മനുഷ്യനായിരുന്നു അദ്ദേഹം. ബോംബെയിൽ തുന്നിയ അദ്ദേഹത്തിൻ്റെ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ശാന്തമായ കടലിലെ കപ്പലിൽ തൂങ്ങി നിൽക്കുന്ന കാറ്റുപായകൾ പോലെ പൂർണ്ണ വളർച്ചയില്ലാത്ത ആ ശരീരത്തിൽ തൂങ്ങിക്കിടന്നു. അത്ര ചെറിയ വെറും സാധാരണനായ ഒരാളായിരുന്നു അദ്ദേഹം എന്നതുകൊണ്ട് വിദ്യാർത്ഥികൾ വിളിച്ചതും പറഞ്ഞതും കേൾക്കുന്ന പയ്യനായി ചിലപ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. ഈ യാതനകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഏക മാർഗം ഒരു ഇംഗ്ലീഷ് മാന്യനായി തീരുകയാണെന്നത് ഏകാകിയും ദുഃഖിതനുമായ ഗാന്ധി തീരുമാനിച്ചു. തൻ്റെ ബോംബെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞ് അദ്ദേഹം പുതിയ ഉടയാടകൾ വാങ്ങി. ഒരു സിൽക്ക് തൊപ്പി, സായാഹ്നത്തിൽ ധരിക്കാനുള്ള ഒരു സൂട്ട്, മേൽത്തരം തോൽ ബൂട്ട്സ്, വെളുത്ത കയ്യുറകൾ എന്നിവ, ഒരു വെള്ളികെട്ടിയ വടിയും എല്ലാം അവയിൽ ഉൾപ്പെട്ടിരുന്നു. ഒട്ടും വഴങ്ങാത്ത തലമുടി ചീകി മിനുക്കാൻ കേശതൈലം ഉപയോഗിച്ചു.